economics.comന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA എക്കണോമിക്സിൻ്റെ 4th സെമസ്റ്ററിൻ്റെ പേപ്പറാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു വർഷത്തിൽ ഈ ഒരു പേപ്പറിൻ്റെ എക്സാം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമുക്ക് കുറച്ചുകൂടി സോർട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നോക്കുന്നത് ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഡെഫിനേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കാം. രണ്ടാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ പ്രാധാന്യവും വ്യാപ്തിയും. അടുത്തത് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. JBCയുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിയമം. അടുത്ത ടോപ്പിക്ക് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഇതിനകത്ത് ഫിഷേഴ്സിൻ്റെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് വരും. അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് അപ്രോച്ച്, ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച്. അടുത്ത ടോപ്പിക്കാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ലേബർ മാർക്കറ്റ്. അടുത്ത ടോപ്പിക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് അണ്ടർ ക്ലാസിക്കൽ മോഡൽ. ക്ലാസിക്കൽ മോഡലിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലുള്ള എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും നിർണ്ണയിക്കപ്പെടുന്നത്. ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ എല്ലാ ടോപ്പിക്കിൻ്റെ ഒപ്പം ഗ്രാഫുകൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. ഗ്രാഫ് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അടുത്ത ടോപ്പിക്ക് പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ക്ലാസിക്കൽ ഇക്വിലിബ്രിയം മോഡൽ. നെക്സ്റ്റ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. ദെൻ പിഗു എഫക്റ്റ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ ഏകദേശം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇത്രയും ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിക്കുക. അതിനുശേഷം ബാക്കി ടോപ്പിക്കുകൾ കൂടി നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്ത രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കാം. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. കെയ്ൻസിൻ്റെ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തത് കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്. നെക്സ്റ്റ് കെയ്ൻസ് ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. കൺസംഷനുമായി ബന്ധപ്പെട്ട കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോയാണ് ഇവിടെ പറയുന്നത്. അടുത്ത ടോപ്പിക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. Then marginal efficiency of capital. Then income determination using Keynesian cross model. ഇപ്പോൾ Keynesian cross ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വരുമാനം നിർണ്ണയിക്കുന്നത്. അതിൽ 2 sector മോഡലും അതുപോലെ തന്നെ 3 sector മോഡലും പഠിക്കണം. ആണ് വരുമാനം നിർണ്ണയിക്കുന്നത്. അതിൽ 2 sector മോഡലും അതുപോലെ തന്നെ 3 sector മോഡലും പഠിക്കണം. അടുത്ത ടോപ്പിക്ക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഷൻ പോളിസി. ദെൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇൻ ദി സിമ്പിൾ കെയ്നീഷ്യൻ മോഡൽ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിറ്റർമിനിങ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ ആൻ ഓപ്പൺ ഇക്കോണമി. ഒരു ഓപ്പൺ ഇക്കോണമിയിൽ എങ്ങനെയാണ് സന്തുലിത വരുമാനം നിർണ്ണയിക്കുന്നത്. അടുത്തത് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആൻഡ് ഡീഫ്ലേഷണറി ഗ്യാപ്പ്. അടുത്തതാണ് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. അത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നു. അടുത്ത ടോപ്പിക്ക് കെയ്നീഷ്യൻ തിയറി ഓഫ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. നെക്സ്റ്റ് ലിക്വിഡിറ്റി ട്രാപ്പ്. ദെൻ കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ദ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ മോഡൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, എ കമ്പാരിസൺ. ഒന്നാമത്തെ മൊഡ്യൂളിൽ ക്ലാസിക്കൽ തിയറിനെ കുറിച്ചും രണ്ടാമത്തെ മൊഡ്യൂളിൽ കെയ്ൻസിൻ്റെ തിയറിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ തിയറിയും കെയ്നീഷ്യൻ തിയറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ടോപ്പിക്ക് സുപ്പീരിയോറിറ്റി ഓഫ് കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. കെയ്ൻസിൻ്റെ തിയറിയും ക്ലാസിക്കൽ തിയറിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മികച്ചതായിട്ട് അറിയപ്പെടുന്നത് കെയ്ൻസിൻ്റെ തിയറിയാണ്. അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ 3 വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ISLM മോഡൽ, ക്ലോസ്ഡ് ഇക്കോണമി ആൻഡ് ഓപ്പൺ ഇക്കോണമി. മൂന്നാമത്തെ മൊഡ്യൂളിൽ തീർച്ചയായിട്ടും essay ക്വസ്റ്റ്യൻസ് വരാൻ വളരെ സാധ്യതയുണ്ട്. അതിൽ ISLM മോഡൽ തന്നെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ISLM മോഡൽ ക്ലോസ്ഡ് ഇക്കോണമിയിലും വരുന്നുണ്ട്, അതുപോലെ ഓപ്പൺ ഇക്കോണമിയിലും വരുന്നുണ്ട്. അപ്പോൾ IS കർവിൻ്റെ ഡെറിവേഷൻ, LM കർവിൻ്റെ ഡെറിവേഷനൊക്കെ പഠിക്കുക. ഓപ്പൺ ഇക്കോണമി ആവുമ്പോൾ BP കർവിൻ്റെ ഡെറിവേഷൻ കൂടി വരും. അടുത്ത ടോപ്പിക്ക് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിനെയും സന്തുലിത വരുമാനത്തിനെയും സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം.
അടുത്തത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇൻ ദി കെയ്നീഷ്യൻ മോഡൽ. നെക്സ്റ്റ് ഫിലിപ്സ് കർവ്, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഫിലിപ്സ് കർവ് ഓൾറെഡി നമ്മൾ തേർഡ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ലോങ് റൺ ഫിലിപ്സ് കർവിനെ കൂടി പഠിക്കണം. അടുത്തത് ദ സെൻട്രൽ പ്രപ്പോസിഷൻസ് ഓഫ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ ഓർത്തഡോക്സ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. ഇനി അടുത്തത് നാലാമത്തെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്ക് റീസൺസ് ഫോർ ദി ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത് എ ഫ്ലെക്സിബിൾ പ്രൈസ് ഫിക്സഡ് മണി വേജ് മോഡൽ. നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എ ഫ്ലെക്സിബിൾ പ്രൈസ് ഫിക്സഡ് മണി വേജ്. ഇതിനകത്തും ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് നന്നായിട്ട് വരച്ച് പഠിക്കാം. അടുത്തത് പോളിസി എഫക്ട്സ് ഇൻ ദി വേരിയബിൾ വേജ് കെയ്നീഷ്യൻ മോഡൽ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഷിഫ്റ്റ് ദ അഗ്രിഗേറ്റ് സപ്ലൈ ഷെഡ്യൂൾ. അഗ്രിഗേറ്റ് സപ്ലൈ ഷെഡ്യൂളിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അടുത്തതാണ് സോഴ്സസ് ഓഫ് വേജ് റിജിഡിറ്റി. വേജ് റിജിഡിറ്റിയുടെ കേന്ദ്രം അല്ലെങ്കിൽ ഉറവിടം ഏതൊക്കെയാണ്? അപ്പോൾ ഏകദേശം ഇത്രയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും സമയത്തിനനുസരിച്ച് എല്ലാ ടോപ്പിക്കും നന്നായിട്ട് തന്നെ പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. കാരണം ഇത് ഈ വർഷം ആദ്യമായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ നമ്മളെല്ലാതും ഫോക്കസ് ഏരിയ ആയിട്ട് തന്നെ നോക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.